ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 64-ാമത്തെ ദശകമാണ്. 64-ാമത്തെ ദശകം ഗോവിന്ദ അഭിഷേകമാണ്. ഈ ദശകത്തിൽ ആകെ 10 ശ്ലോകങ്ങളാണുള്ളത്. ഇതിൽ ആദ്യത്തെ ശ്ലോകങ്ങളും ഉപജാതി എന്ന വൃത്തത്തിലും അവസാനത്തെ 10-ാമത്തെ ശ്ലോകം മാലിനി എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചൊല്ലി തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ആലോക്യ ശൈലോദ്ധരണാതിരൂപം പ്രഭാവമുച്ചൈസ്തവ ഗോപലോകാ വിശ്വേശ്വരം ത്വാമഭിമത്യ വിശ്വേ നന്ദം ഭവജ്ജാതകമന്വപൃച്ഛൻ. ആലോക്യ ശൈലോദ്ധരണാതിരൂപം പ്രഭാവമുച്ചൈസ്തവ ഗോപലോകാ വിശ്വേശ്വരം ത്വാമഭിമത്യ വിശ്വേ നന്ദം ഭവജ്ജാതകമന്വപൃച്ഛൻ. 64-ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് ഈ 64-ാമത്തെ ദശകം തുടങ്ങുന്നത് ഗോവർദ്ധനോദ്ധാരണം കഴിഞ്ഞിട്ടാണ് അല്ലെ. കഴിഞ്ഞ ദശകത്തില് ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി നിർത്തി തന്റെ സജ്ജനങ്ങളെയൊക്കെ സംരക്ഷിച്ചതാണ് നമ്മൾ വിവരിച്ചത് അല്ലെ. അപ്പോൾ 64-ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗോവർദ്ധന പർവ്വതത്തെയൊക്കെ ഉയർത്തി നിർത്താൻ ഒരു സാധാരണ കുട്ടിക്ക്, ഒരു ബാലന് സാധിക്കുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. അപ്പോ അമ്പാടിയിലുള്ള ജനങ്ങൾ, ഗോപജനങ്ങൾ എന്ന് പറയുന്നവര് ഭഗവാന്റെ കുട്ടിക്കാലം മുതലുള്ള അത്ഭുതങ്ങള് കണ്ടാണ് വരുന്നത് അല്ലെ. എന്തിനാ പറയുന്നത്? ജനിച്ച് വീണ് മുല കുടിക്കുന്ന പ്രായത്തിലാണ് പൂതനാമോക്ഷം നടക്കുന്നത് അല്ലെ. അവിടം തൊട്ട് അത്ഭുതങ്ങളാണ് ഭഗവാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ പൂതനാമോക്ഷം, ശകടാസുരവധം, തൃണാവർത്തവധം, അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങള് ഭഗവാൻ ഈ സമയത്തിനകം, കാളിയമർദ്ദനം ഈ സമയത്തിനകം ഈ ഗോപജനങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ച് കഴിഞ്ഞു. അപ്പൊ അവർക്കൊക്കെ അതിശയം തോന്നുകയാണ്, ഒരു സാധാരണ കുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഒരു ചെറിയ ബാലൻ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല അല്ലെ. ഒരു ചെറിയ കുട്ടിയെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല അത്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഭഗവാന്റെ ആ മഹത്വങ്ങളും ഒക്കെ കണ്ടിട്ട് സംശയിച്ചു, ഇത് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയാണോ കൃഷ്ണൻ എന്ന് അവര് സംശയിക്കുകയാണ്. അവര് സംശയിച്ചതിൽ എന്തെങ്കിലും അതിശയമുണ്ടോ? ഇല്ല അല്ലെ. ഒരു ചെറിയ ബാലന്, ഒരു സാധാരണ ഒരു കുട്ടിക്ക് പറ്റുന്ന കാര്യമല്ല ഭഗവാൻ ചെയ്യുന്നതൊന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അതിശയിച്ചു, അവരിങ്ങനെ സംശയിച്ചു, ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണോ ഈ കുട്ടി എന്നവര് സംശയിച്ചു. ആ സംശയം തീർക്കാൻ തന്നെ അവരെന്ത് ചെയ്തു? നന്ദഗോപരോട് കൃഷ്ണന്റെ ജാതകത്തെ കുറിച്ച് ചോദിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണോ എന്ന് അവർക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ജാതകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കൃഷ്ണന്റെ അച്ഛനായ നന്ദഗോപരോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഭഗവാന്റെ ഇത്രയും മഹത്വങ്ങളൊക്കെ കണ്ടിട്ടുള്ള അമ്പാടിയിലെ സാധാരണക്കാരായിട്ടുള്ള ഗോപജനങ്ങള്, അവർക്ക് ആശങ്കയുണ്ടായി, ഇത് സാധാരണ ഒരു കുട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല ഈ ഗോവർദ്ധന പർവ്വതമൊക്കെ ഉയർത്തി നിർത്തുക എന്നുള്ളത്. അത് മാത്രമല്ല, അതിനു മുമ്പിലും ഒരുപാട് അത്ഭുതങ്ങൾ ഭഗവാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോ അവര് ഇത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണോ എന്ന് സംശയിക്കുകയും നന്ദഗോപരോട്, കൃഷ്ണന്റെ അച്ഛനായ നന്ദഗോപരോട് ഭഗവാന്റെ ജാതകത്തെക്കുറിച്ച്, കൃഷ്ണന്റെ ജാതകത്തെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം. ഗർഗോദിതോ നിർഗതിതോ നിജായ വർഗായ താതേന തവ പ്രഭാവ പൂർവാതികസ്ത്വയ്യനുരാഗയേഷ മൈഥിഷ്ട താവത് ബഹുമാനഭാര. ഗർഗോദിതോ നിർഗതിതോ നിജായ വർഗായ താതേന തവ പ്രഭാവ പൂർവാതികസ്ത്വയ്യനുരാഗയേഷ മൈഥിഷ്ട താവത്
ബഹുമാനഭാര. രണ്ടാമത്തെ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് ഗർഗ മഹർഷി ഭഗവാൻ കൃഷ്ണന് നാമം നൽകുകയും കൃഷ്ണൻ എന്ന നാമം നൽകുകയും ജാതകം എഴുതുകയും ചെയ്തു. ആ ജാതകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അത് നമ്മള് 44-ാമത്തെ ദശകത്തില് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ നാമകരണവും ഒപ്പം ജാതക ഫലം പറയലും ഒക്കെ നമ്മൾ 44-ാമത്തെ ദശകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗർഗ മഹർഷി കൃഷ്ണനെ കുറിച്ച് പറഞ്ഞതെല്ലാം നന്ദഗോപര് ഈ ഗോപന്മാരോടായിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആ ഓർമ്മയിലേക്ക് ഒന്ന് പോയി വരാം. 44-ാമത്തെ ദശകത്തിലെ 8-ാമത്തെ ശ്ലോകത്തില് ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ കുട്ടി വളരെയധികം അസുരന്മാരെ ജയിക്കുകയും തന്റെ ബന്ധുജനങ്ങളെ മുക്തിയിലേക്ക് നയിക്കുകയും വളരെയധികം പ്രശസ്തി ഉള്ള ആളും ആയി തീരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ച് തന്നെ നന്ദഗോപര് തന്റെ കൂടെയുള്ള ഗോപന്മാരോട് പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടതും ഈ ഭഗവാൻ കൃഷ്ണനോട് ആ ഗോപന്മാർക്ക് വീണ്ടും സ്നേഹം വർദ്ധിക്കുകയും അതുവരെ ഇല്ലാത്ത തരത്തിലുള്ള സ്നേഹവും ബഹുമാനാധിക്യവും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. പണ്ട് ഗർഗ മഹർഷി ഭഗവാന്റെ ജാതകം എഴുതുന്ന സമയത്ത് എന്തൊക്കെയാണോ കൃഷ്ണനെ കുറിച്ച് വിവരിച്ചത് അതെല്ലാം തന്നെയും നന്ദഗോപര് ഗോപന്മാരോടായിട്ട് പറഞ്ഞു കൊടുത്തു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗോപന്മാർക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ സ്നേഹവും ഭഗവാൻ കൃഷ്ണനോടുണ്ടായി. മാത്രമല്ല ബഹുമാനാധിക്യവും കൂടി വളരെയധികം കൂടി എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ജാതക ഫലം പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരാണോ ഈ കുട്ടിയെ വളരെ സ്നേഹത്തോടെ കാണുകയും ഈ കുട്ടിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് നടക്കുകയും ചെയ്യുന്നത് അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുകയും ആരാണോ ഈ കുട്ടിക്ക് എതിരെ നിൽക്കുന്നത് അവർക്ക് നാശം സംഭവിക്കുകയും ചെയ്യും എന്നൊക്കെ ജാതക ഫലം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് 44-ാമത്തെ ദശകത്തിലുണ്ട്. അപ്പൊ അതൊന്ന് പിന്നിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ജാതകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്നുകൂടി ഓർമ്മ കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ രണ്ടാമത്തെ ശ്ലോകം. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. തഥോവമാനോദിത തത്വബോധ സുരാതിരാജ സഹ ദിവ്യഗവ്യ ഉപേത്യ തുഷ്ടാവസനഷ്ടഗർവ സ്പൃഷ്ട്വാ പദാബ്ജം മണിമൗലിനാ തേ. തഥോവമാനോദിത തത്വബോധ സുരാതിരാജ സഹ ദിവ്യഗവ്യ ഉപേത്യ തുഷ്ടാവസനഷ്ടഗർവ സ്പൃഷ്ട്വാ പദാബ്ജം മണിമൗലിനാ തേ. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ദേവരാജനായിട്ടുള്ള ഇന്ദ്രന് അപമാനം സംഭവിച്ചപ്പോൾ ബോധം ഉണ്ടായി അല്ലെ. അപമാനം നേരിട്ടപ്പോഴാണ് ദേവേന്ദ്രന് ബോധം ഉണ്ടാവുന്നത്. താൻ മത്സരിക്കാൻ നിന്നത് ആരുടെ കൂടെയാണ്? സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനോടാണ് മത്സരിക്കാൻ നിന്നത്. ഒരു കൊച്ചുകുട്ടിയുടെ രൂപത്തിലായപ്പോൾ എന്തും ആവാമെന്നോ അല്ലെങ്കിൽ ജയിച്ചു കളയാമെന്നോ എന്തൊക്കെയോ ആ ദേഷ്യം വന്ന സമയത്തുള്ള തെറ്റിദ്ധാരണയില് ദേവേന്ദ്രൻ ചെയ്തതാണ്. പക്ഷെ അത് വലിയൊരു അപമാനത്തിനാണ് വഴിയൊരുക്കിയത്. പക്ഷെ ആ അപമാനം കൊണ്ട് അദ്ദേഹം നന്നായി. ഇന്ദ്രന് ബോധം ഉണ്ടായി, തത്വബോധം ഉണ്ടായി. അങ്ങനെ എന്ത് ചെയ്തു എന്നറിയാമോ? കാമധേനുവിനോട് കൂടി ഗോകുലത്തിൽ എത്തിയിട്ട് ഭഗവാൻ കൃഷ്ണന്റെ പാദപത്മങ്ങളിൽ അദ്ദേഹം നമസ്കരിച്ചു എന്നാ പറയുന്നത്. രത്നം പതിച്ച കിരീടം വെച്ച ശിരസ് കൊണ്ട് ദേവേന്ദ്രൻ ഭഗവാൻ കൃഷ്ണന്റെ കാൽക്കല് വീണ് നമസ്കരിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അപമാനം ഉണ്ടായപ്പോ എന്ത് സംഭവിച്ചു? തന്റെ അഹങ്കാരമൊക്കെ ശമിച്ചു. അഹങ്കാരമൊക്കെ അടങ്ങിയപ്പോ വിവേകം ഉണ്ടായി. അങ്ങനെ തന്നെ എന്ത് ചെയ്തു? ഗോകുലത്തിൽ ചെന്ന് ഭഗവാൻ കൃഷ്ണനെ കണ്ടു. എന്നിട്ട് കൃഷ്ണന്റെ പാദപത്മങ്ങളിൽ തന്റെ ശിരസ് രക്തങ്ങൾ പതിച്ച തന്റെ ശിരസ് വെച്ച് നമസ്കരിച്ച് ഭഗവാനെ സ്തുതിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. അപമാനത്തിൽ നിന്നുണ്ടായ തത്വബോധത്തിൽ അഹങ്കാരമെല്ലാം ശമിച്ച് ദേവേന്ദ്രൻ ഗോകുലത്തിൽ വന്ന് തന്റെ രത്നങ്ങൾ പതിച്ച ശിരസ് ഭഗവാന്റെ കാൽക്കൽ പതിപ്പിച്ച് നമസ്കരിച്ച് ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. സ്നേഹസ്നുതൈസ്ത്വാം സുരഭിപയോഭിർ
गोविन्दनामाङ्कितमभ्यषिञ्चत् ऐरावतोपाहृतदिव्यगङ्गापादोऽपिरिन्द्रोऽपि च जातहर्ष स्नेहस्नुतैस्त्वां सुरभिः पयोभिर्गोविन्दनामाङ्कितमभ्यषिञ्चत् ऐरावतोपाहृतदिव्यगङ्गापादोऽपिरिन्द्रोऽपि च ജാതഹർഷ. നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ദേവേന്ദ്രൻ കാമധേനുവിനെയും കൊണ്ടാണ് ഗോകുലത്തില് ഭഗവാനെ നമസ്കരിക്കാനായിട്ട് വന്നത്. അപ്പോൾ കാമധേനു തന്റെ സ്നേഹത്താൽ ചുരക്കുന്ന പാലുകൊണ്ട് ഭഗവാനെ ഗോവിന്ദനാക്കി അഭിഷേകം ചെയ്തു എന്നാ പറയുന്നത്. ഗോക്കളെ സംരക്ഷിക്കുന്നവനാണ് കൃഷ്ണൻ, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭഗവാനെ ഗോവിന്ദനാക്കി അഭിഷേകം ചെയ്തു. അല്ലെങ്കിൽ ഗോവിന്ദ എന്ന നാമം ചൊല്ലി കാമധേനു തന്റെ സ്നേഹത്താൽ ചുരത്തുന്ന പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. ദേവേന്ദ്രനാകട്ടെ ഐരാവതം വഴി കൊണ്ടുവന്ന, ഇന്ദ്രന്റെ ആനയാണ് ഐരാവതം വഴി കൊണ്ടുവന്ന ദിവ്യ ഗംഗാജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു എന്നാ പറയുന്നത്. അപ്പോ ആകാശഗംഗ ഇല്ലേ, ആകാശഗംഗാജലം കൊണ്ട് ഇന്ദ്രൻ അത് ഐരാവതം ആണ് കൊണ്ടുവന്നത്. ഐരാവതം കൊണ്ടുവന്ന ആ ദിവ്യ ഗംഗാജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു എന്നുള്ളതുമാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. കാമധേനു സ്നേഹത്താൽ ചുരത്തുന്ന പാലുകൊണ്ട് ഭഗവാനെ ഗോവിന്ദനാക്കി അഭിഷേകം ചെയ്തു. ഇന്ദ്രദേവനാവട്ടെ ഐരാവതം വഴി കൊണ്ടുവന്ന ആകാശഗംഗാജലം കൊണ്ട് ദിവ്യ ഗംഗാജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു എന്നുമാണ് പറയുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം. ജഗത്രയേശേ ത്വയി ഗോകുലേശേ തഥാഭിഷിക്തേ സതി ഗോപവാഢ നാകേപി വൈകുണ്ഠപദേപ്യലഭ്യാം ശ്രിയം പ്രപേതേ ഭവത പ്രഭാവാത്. ജഗത്രയേശേ ത്വയി ഗോകുലേശേ തഥാഭിഷിക്തേ സതി ഗോപവാഢ നാകേപി വൈകുണ്ഠപദേപ്യലഭ്യാം ശ്രിയം പ്രപേതേ ഭവത പ്രഭാവാത്. അഞ്ചാമത്തെ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് ഭഗവാൻ ത്രിലോകനാഥനാണ്, അല്ലെ? 3 ലോകത്തിന്റെയും നാഥനാണ് ഭഗവാൻ. അങ്ങനെ 3 ലോകത്തിന്റെയും നാഥനായിട്ടുള്ള ഭഗവാനെ അമ്പാടിയിൽ വന്നാണ് ഇന്ദ്രദേവനും കാമധേനുവും ഒക്കെ കൂടി അഭിഷേകം ചെയ്തത്, അല്ലെ? അമ്പാടിയുടെ നാഥനായിട്ടാണ് ഭഗവാനെ അഭിഷേകം കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പാടിയില് ഈ അഭിഷേകത്തിന്റെ ശക്തി കൊണ്ടും നിന്തിരുവടിയുടെ ദിവ്യശക്തി കൊണ്ടും സ്വർഗത്തിലും സാക്ഷാൽ വൈകുണ്ഠത്തിലും പോലും ലഭിക്കാത്തത്ര ഐശ്വര്യത്തെ അമ്പാടി പ്രാപിച്ചു എന്നാ പറയുന്നത്. ആ പുണ്യഭൂമി ഭഗവാന്റെ കാല് പതിഞ്ഞതോടുകൂടി തന്നെ അതൊരു പുണ്യഭൂമിയായിട്ട് തീർന്നു. ഇപ്പോൾ അവിടെ കാമധേനു വന്ന് അഭിഷേകം നടത്തി, ഇന്ദ്രദേവൻ വന്ന് അഭിഷേകം നടത്തി. അങ്ങനെ നിന്തിരുവടിയുടെ ദിവ്യശക്തി കൊണ്ട് അമ്പാടി സ്വർഗത്തിലും സാക്ഷാൽ വൈകുണ്ഠത്തിലും പോലും ലഭിക്കാത്തത്ര ഐശ്വര്യത്തെ പ്രാപിച്ചു എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ത്രിലോകനാഥനായിട്ടുള്ള 3 ലോകങ്ങളുടെയും നാഥനായിട്ടുള്ള ഭഗവാനെ അമ്പാടിയുടെ നാഥനായിട്ടാണ് അഭിഷേകം ചെയ്തത്. അങ്ങനെ അമ്പാടി ഭഗവാന്റെ ദിവ്യശക്തി കൊണ്ട് സ്വർഗത്തിലും സാക്ഷാൽ വൈകുണ്ഠത്തിലും പോലും ലഭിക്കാത്തത്ര ഐശ്വര്യത്തെ പ്രാപിച്ചു എന്നുമാണ് പറയുന്നത്. ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം ചൊല്ലാം. കദാചിദന്തര്യമുനം പ്രഭാതേ സ്നായൻ പിതാ വാരുണപൂരുഷേണ നീതസ്തമാനേതു മഗാപുരീം ത്വം താം വാരുണീം കാരണമർത്യരൂപ. കദാചിദന്തര്യമുനം പ്രഭാതേ സ്നായൻ പിതാ വാരുണപൂരുഷേണ നീതസ്തമാനേതു മഗാപുരീം ത്വം താം വാരുണീം കാരണമർത്യരൂപ. ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഒരിക്കൽ ഒരു പ്രഭാതത്തില് യമുനയില് കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ഭഗവാൻ കൃഷ്ണന്റെ അച്ഛൻ നന്ദഗോപുരൻ. ആ സമയത്ത്
വരുണന്റെ സേവകനായിട്ടുള്ള വരുണന്റെ ഭൃത്യൻ വന്ന് അദ്ദേഹത്തെ ബലാത്കാരമായി പിടിച്ച് വരുണപുരിയിലേക്ക് കൊണ്ടുപോയി, വരുണന്റെ സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതറിഞ്ഞ ഭഗവാൻ, അപ്പോൾ ഈ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, നമ്മുടെ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യാവതാരം എടുത്ത ഭഗവാൻ തന്റെ അച്ഛനെ രക്ഷിക്കുവാൻ വേണ്ടി വരുണാപുരിയിലേക്ക് നേരിട്ട് പോയി, വരുണന്റെ സ്ഥലത്തേക്ക് നേരിട്ട് പോയി എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ആറാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഒരു ദിവസം പ്രഭാതത്തിൽ യമുനയിൽ കുളിക്കാനിറങ്ങിയ ഭഗവാൻ കൃഷ്ണന്റെ അച്ഛനായ നന്ദഗോപരെ വരുണന്റെ ഭൃത്യൻ വന്ന് ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി മനുഷ്യാവതാരം എടുത്ത ഭഗവാൻ കൃഷ്ണൻ വരുണാപുരിയിലേക്ക് നേരിട്ട് ചെന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലാം. സസംഭ്രമം തേന ജലാധിപേന പ്രഭൂജിതസ്ത്വം പ്രതിഗൃഹ്യതാതം ഉപാഗതസ്തക്ഷണമാത്മഗേഹം പിതാവദത്തച്ചരിതം നിജേഭ്യ. സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിതസ്ത്വം പ്രതിഗൃഹ്യതാതം ഉപാഗതസ്തക്ഷണമാത്മഗേഹം പിതാവദത്തച്ചരിതം നിജേഭ്യ. ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ തന്നെ നേരിട്ട് ചെന്നു തന്റെ അച്ഛനെ വിട്ടുകിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ചെന്നപ്പോ വരുണൻ കൃഷ്ണനെ കണ്ടതും പരിഭ്രാന്തനായി വേഗം അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഭഗവാനെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് അച്ഛനെ മടക്കി അയക്കുകയും ചെയ്തു. അച്ഛനെ വിട്ടുകൊടുത്തു ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ അങ്ങനെ വിട്ടുകൊടുത്ത സമയത്ത് വേഗം ഭഗവാൻ കൃഷ്ണൻ തന്റെ അച്ഛനെയും കൂട്ടി സ്വഗൃഹത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണ് പറയുന്നത്. മടങ്ങി വന്നപ്പോൾ നന്ദഗോപര് ഉടനെ തന്നെ ഈ നടന്ന വൃത്താന്തങ്ങളൊക്കെയും അവിടെയുള്ള അമ്പാടിയിലെ ജനങ്ങളോടൊക്കെ വിവരിച്ചു പറഞ്ഞു. തന്റെ മകൻ ഇങ്ങനെ തന്നെ രക്ഷിച്ചുകൊണ്ട് വന്നു. അതൊരു അച്ഛന് അഭിമാനാണല്ലേ, തന്റെ പുത്രൻ തന്നെ രക്ഷിച്ചുകൊണ്ട് വന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി നന്ദഗോപുരം അവിടെയുള്ളവരോടൊക്കെ ആയിട്ട് പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പോൾ ഈ കുളിക്കാൻ പോകുന്ന സമയം, ഇതിലെ പ്രഭാതം എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഭാഗവതത്തിലും അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് പ്രഭാതം ആവുന്നതേ ഉള്ളൂ. അപ്പൊ പ്രഭാതത്തിന് തൊട്ട് മുമ്പുള്ള സമയം അതൊരു ദുഷ്ട സമയമാണ്. അതുകൊണ്ടാണ് വരുണന്റെ ഭൃത്യൻ അതൊരു അസുരനാണ് എന്നും പറയുന്നു വന്ന് നന്ദഗോപുരെ പിടിച്ചു കൊണ്ടുപോകുന്നത്. ഒരു കാരണവുമില്ലാതെ എന്തുകൊണ്ട് ഭഗവാന്റെ അച്ഛനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി എന്നുള്ളൊരു ആശങ്ക വരാം. അപ്പൊ അസമയത്തുള്ള കുളി എന്നുള്ളതാണ് അതിനുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഭാഗവതത്തിൽ അതിനെ കുറിച്ചുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അത്രേ, പ്രഭാതത്തിന് തൊട്ടു മുമ്പുള്ള സമയം. ഭട്ടതിരിപ്പാട് ഇവിടെ വളരെ ചുരുക്കിയാണ് എല്ലാ വിവരണങ്ങളും നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഭാതത്തിൽ എന്ന് പറഞ്ഞു. പ്രഭാതത്തിന് തൊട്ടു മുമ്പുള്ള സമയമാണ്. അപ്പൊ അത് അസമയങ്ങളിൽ പെടും. അതൊരു ദുഷ്ടസമയം എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. തന്റെ അച്ഛനെ സ്വീകരിക്കാൻ വേണ്ടി നേരിട്ട് ഭഗവാൻ കൃഷ്ണൻ വരുന്നത് കണ്ട് പരിഭ്രാന്തനായി വരുണദേവൻ അദ്ദേഹത്തെ സ്വീകരിച്ചു, അച്ഛനെ മടക്കി അയക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഉടനടി സ്വഗൃഹത്തിലേക്ക് നന്ദഗോപുരെയും കൂട്ടി ഭഗവാൻ കൃഷ്ണൻ തിരിച്ചു വന്നു. നന്ദഗോപുര അവിടെയുള്ളവരോടൊക്കെ ഈ വൃത്താന്തം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു എന്നുമാണ് പറയുന്നത്. ഇന്ന് നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം. ഹരിം വിനിശ്ചിത്യ ഭവന്തമേതാൻ ഭവത്പദാലോകനബദ്ധതൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണു പരമം പദം തദ്ദുരാപമന്യൈസ്ത്വമദീദൃശസ്താൻ. ഹരിം വിനിശ്ചിത്യ ഭവന്തമേതാൻ ഭവത്പദാലോകനബദ്ധതൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണു പരമം പദം തദ്ദുരാപമന്യൈസ്ത്വമദീദൃശസ്താൻ. എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങനെ നന്ദഗോപുരം നടന്ന കാര്യങ്ങള് വൃത്താന്തങ്ങളൊക്കെ അറിയിച്ചു അല്ലെ, അവിടെയുള്ള ആൾക്കാരോടൊക്കെ ആയിട്ട് പറഞ്ഞു. അപ്പൊ അവരൊക്കെ അല്ലയോ ശ്രീഹരെ, നിന്തിരുവടി ശ്രീഹരി തന്നെയാണെന്ന് ഉറപ്പിച്ചു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അല്ലയോ ശ്രീഹരെ, നിന്തിരുവടി ശ്രീഹരി തന്നെയാണെന്ന് ആ ഗോപന്മാരൊക്കെ അങ്ങ് ഉറപ്പിച്ചു. ഭഗവാൻ തന്നെയാണത്, വിഷ്ണു തന്നെയാണെന്ന് ഉറച്ച് ആ
വിശ്വരൂപം കാണണം എന്ന് ഭഗവാനോട് പറയാണ്. അല്ലെങ്കിൽ ആ പരമപദം തങ്ങൾക്ക് കാണണം എന്നുള്ള ആഗ്രഹം അവിടെയുള്ളവരൊക്കെ ഭഗവാനോട് പ്രകടിപ്പിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ അമ്പാടിയിൽ വെച്ച് ലോകനാഥനായിട്ടുള്ള ഭഗവാൻ പൂജിക്കപ്പെട്ടപ്പോൾ ആ അമ്പാടി തന്നെ വൈകുണ്ഠത്തെക്കാളും സ്വർഗത്തെക്കാളും ഒക്കെ ഐശ്വര്യമുള്ള സ്ഥലമായി തീർന്നു എന്ന്. അപ്പൊ അത്രയും ഐശ്വര്യമുള്ള സ്ഥലത്ത് ഇരിക്കുന്നവർക്ക് ഭഗവാന്റെ വിശ്വരൂപം കാണുക എന്നുള്ളതിൽ അതിശയോക്തി ഒന്നുമില്ല. അപ്പൊ അവര് ഇത് ശ്രീഹരി തന്നെയാണ് എന്ന് ഉറപ്പിച്ചിട്ട് ഭഗവാനോട് വിശ്വരൂപം കാണിച്ചു തരാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ തന്റെ സജ്ജനങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുത്തു. ആ പരമപദം അവർക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളതാ പറയുന്നത്. ആ വിശ്വരൂപം തന്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. അല്ലയോ ശ്രീഹരി, ഈ വൃത്താന്തമൊക്കെ കേട്ടപ്പോൾ നിന്തിരുവഴി ശ്രീഹരി തന്നെയാണെന്ന് അവിടെയുള്ള ജനങ്ങളൊക്കെ ഉറപ്പിച്ചു. എന്നിട്ട് ഭഗവാനോട് ആ പരമപദം തങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആ ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം ഭഗവാൻ തന്റെ വിശ്വരൂപം അവർക്ക് കാണിച്ചു കൊടുത്തു. ആ സച്ചിദാനന്ദ സ്വരൂപം അവർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. സ്ഫുരത്പരാനന്ദരസ പ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോദൗ ചിരം നിമഗ്നാ ഖലു ഗോപസംഗാസ്ത്വയൈവ ഭൂമൻ പുനരുദ്ധൃതാസ്തേ. സ്ഫുരത്പരാനന്ദരസ പ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോദൗ ചിരം നിമഗ്നാ ഖലു ഗോപസംഗാസ്ത്വയൈവ ഭൂമൻ പുനരുദ്ധൃതാസ്തേ. 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ആ സച്ചിദാനന്ദ സ്വരൂപത്തെ അവരിങ്ങനെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കണ്ടു, അല്ലെ? അപ്പൊ അത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് പറഞ്ഞറിയിക്കാനാവാത്ത ആ എന്താ പറയാ, ആനന്ദ നിർവൃതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അത്ര പരമാനന്ദം അവരനുഭവിച്ചു. അവരങ്ങനെ അതിൽ മുഴുകിയിരുന്നു. ഒരിക്കലും തിരിച്ചു വരാനാവാത്ത നിർവികൽപ്പ സമാധിയിൽ ഉണ്ടാവുന്ന ആത്മദർശനം അല്ലെങ്കിൽ ബ്രഹ്മദർശനമാണ് അവർക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ അതിലിങ്ങനെ മുഴുകിയിരുന്ന് അവരെ ഒരിക്കലും തിരിച്ചു വരാനാവാത്തൊരു സ്റ്റേജിലായി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഭഗവാൻ തന്നെ ആ പരമാനന്ദത്തിൽ നിന്നും അവരെ ലോക വ്യാപാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു എന്നുള്ളതാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപം നേരിട്ട് ദർശിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് മാനസിക തലത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല, അല്ലെ? നമ്മൾ അങ്ങനെ ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ടില്ലല്ലോ. നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഭഗവാന്റെ രൂപം സങ്കല്പിക്കാം. പക്ഷെ നമുക്ക് നേരിട്ട് ഭഗവാന്റെ വിശ്വരൂപം കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായാൽ നമുക്ക് ആ ഒരു നിർവൃതിയിൽ നിന്ന് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഭഗവാൻ തന്നെ അവരെ തിരിച്ച് ഈ ലോക വ്യാപാരത്തിലേക്ക്, ഈ നമ്മുടെ ഭൂമിയിലെ ലോകത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് 9ാമത്തെ ശ്ലോകത്തെ വിവരിക്കുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. കരഭദരവദേവം ദേവകുത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപി ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാമയേഭ്യഃ. കരഭദരവദേവം ദേവകുത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപി ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാമയേഭ്യഃ. 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാന്റെ ഈ സച്ചിദാനന്ദ സ്വരൂപം കാണുക, ദർശിക്കുക. വൈകുണ്ഠത്തിലിരിക്കുന്ന അനന്തശയനനായിരിക്കുന്ന ഭഗവാന്റെ വിശ്വരൂപം കാണുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ പ്രാപ്യമാകുന്ന ഒരു കാര്യമല്ല, അല്ലെ? അങ്ങനെ ആർക്കും അത്ര പെട്ടെന്ന് ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപം കാണാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ആ ഭഗവാന്റെ വിശ്വരൂപമാണ് അമ്പാടിയിലെ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തില് ലഭിച്ചത്. ആ സച്ചിദാനന്ദ സ്വരൂപത്തെ കാണുക, ആ ദർശനം എന്ന പുണ്യം വളരെ എളുപ്പത്തില് ആർക്ക് ലഭിച്ചു? അമ്പാടിയിലെ ജനങ്ങൾക്ക് ലഭിച്ചു.
അപ്പൊ അത് ഭട്ടതിരിപ്പാട് ഉപമിക്കുകയാണ്, ഉള്ളം കൈയിലെ ബദരഫലം പോലെ അവർക്ക് ലഭിച്ചു എന്ന്, അല്ലെങ്കിൽ ലന്തക്കുരു പോലെ ലഭിച്ചു. അപ്പൊ ഇത് പറയുന്നത് ഇലന്തിപ്പഴം എന്ന് പറയും. ആ ഒരു ഫ്രൂട്ട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ബദരഫലം എന്ന് പറയുമ്പോൾ. അത് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു പഴമാണ്. അതുപോലെ അത്രയും എളുപ്പത്തില് ഭഗവാന്റെ വിശ്വരൂപ ദർശനം അവർക്ക് കിട്ടിയല്ലോ. അപ്പൊ അതിനോട് ഉപമിച്ചിരിക്കുകയാണ്. ഉള്ളം കൈയിലെ ബദരഫലം പോലെ അവർക്ക് പ്രാപ്യമായത്. അമ്പാടിയില് ഗോപാല രൂപത്തിലിരിക്കുന്ന ഭഗവാനെ അങ്ങ് പ്രത്യക്ഷത്തിലുള്ള സച്ചിദാനന്ദ സ്വരൂപൻ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാനെ, ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ എന്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകവും 64ാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കും. അപ്പോൾ 64ാമത്തെ ദശകത്തിലെ 10ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ആ ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപം വളരെ എളുപ്പത്തിൽ അമ്പാടിയിലെ ജനങ്ങൾക്ക് പ്രാപ്യമായി. അത് അവർക്ക് ഉള്ളം കൈയിലെ ഭദരബലം പോലെ അത്രയും സുലഭമായിട്ട് അവർക്ക് ലഭിച്ചു. അത് ഭഗവാനെ അങ്ങയുടെ കൃഷ്ണാവതാരത്തിലല്ലാതെ ഏത് അവതാരത്തിലാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്? ഭഗവാന്റെ കൃഷ്ണാവതാരത്തിലാണ് ഇങ്ങനെയുള്ളൊരു മഹാത്ഭുതം ഇതുവരെ നടന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് അമ്പാടിയില് ഗോപാല രൂപനായിരിക്കുന്ന അങ്ങ് സാക്ഷാൽ പ്രത്യക്ഷത്തിലുള്ള സച്ചിദാനന്ദ സ്വരൂപൻ തന്നെയാണ്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ എന്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 64ാമത്തെ ദശകം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 10 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. ആലോക്യ ശൈലോദ്ധരണാതിരൂപം പ്രഭാവമുച്ചൈസ്തവ ഗോപലോകാ വിശ്വേശ്വരം ത്വാമഭിമത്യ വിശ്വേ നന്ദം ഭവജ്ജാതകമന്വപൃച്ഛൻ ഗർഗോദിതോ നിർഗതിതോ നിജായ വർഗായതാതേന തവ പ്രഭാവ പൂർവാതികസ്ത്വയ്യനുരാഗയേഷ മൈധിഷ്ട താവത് ബഹുമാനഭാര തഥോവമാനോദിത തത്വബോധ സുരാതിരാജ സഹ ദിവ്യഗവ്യ ഉപേത്യ തുഷ്ടാവസനഷ്ടഗർവ സ്പൃഷ്ട്വാ പദാബ്ജം മണിമൗലിനാ തേ സ്നേഹസ്നുതൈസ്ത്വാം സുരഭിഃ പയോഭിർ ഗോവിന്ദനാമാങ്കിതമഭ്യഷിഞ്ചത് ഐരാവതോപാഹൃത ദിവ്യഗംഗാ പാദോപിരിന്ദ്രോപി ച ജാതഹർഷ ജഗത്രയേശേ ത്വയി ഗോകുലേശേ തഥാഭിഷിക്തേ സതി ഗോപവാട നാകേപി വൈകുണ്ഠപദേപ്യലഭ്യാം ശ്രിയം പ്രപേതേ ഭവദ പ്രഭാവാത് കഥാചിദന്തർയമുനം പ്രഭാതേ സ്നായൻ പിതാ വാരുണപൂരുഷേണ നീതസ്തമാനേതുമഘാപുരീം ത്വം താം വാരുണീം കാരണമർത്യരൂപ സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിതസ്ത്വം പ്രതിഗൃഹ്യതാതം ഉപാഗതസ്തത്ക്ഷണമാത്മഗേഹം പിതാ വദത്തച്ചരിതം നിജേഭ്യ ഹരിം വിനിശ്ചിത്യ ഭവന്തമേതാൻ ഭവത്പദാലോകനബദ്ധതൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണു പരമം പദം തത് ദുരാപമന്യൈസ്ത്വമതീദൃശസ്താൻ സ്ഫുരത്പരാനന്ദരസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോദൗ ചിരം നിമഗ്നാ ഖലു ഗോപസംഗാസ്ത്വയൈവ ഭൂമൻ പുനരുദ്ധൃതാസ്തേ കരഭദരവദേവം ദേവകുത്രാവതാരേ പരപദമനവാപ്യം
ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപി ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാമയേഭ്യ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ 64 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. 63ാമത്തെ ദശകത്തിന്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതും 64ാമത്തെ ദശകവും കൂടി ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാം. ഉടനെ തന്നെ ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഭഗവാൻ അനുഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ കാണണം. ഈ വീഡിയോസ് ഒക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകളിൽ അറിയിക്കുകയും വേണം. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് 65ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരിയോ.